ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടുകൂടെ ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പായിരിക്കുന്ന റവറൻഡ് ജോമോൻ ജോസഫ് ഉണ്ട്. ഇടുക്കി സ്വദേശിയാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ചർച്ച് ഓഫ് ഗോഡിലെ അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകൻ, സെൻട്രൽ പാസ്റ്റർ, ബൈബിൾ കോളേജ് അധ്യാപകൻ, പ്രസംഗകൻ, സഭാ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗവേണിംഗ് ബോഡിയിലൊക്കെയുള്ള അംഗം, അങ്ങനെ വിവിധ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരും. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പായിട്ട് പ്രവർത്തിക്കുന്നു. ഈ കേരളത്തിലെ മലയാളി പെന്തിക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ബിഷപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ബിഷപ്പിനെ സ്വാഗതം ചെയ്തു. താങ്ക് യു. യെസ്, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഈ ബിഷപ്പ് പദവി മറ്റെല്ലാ സ്ഥലങ്ങളിലും ബിഷപ്പ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾ പിന്നെ പാസ്റ്റർ എന്നൊക്കെ പറയും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, എനിവേ സന്തോഷം. ബിഷപ്പ് എന്നുള്ളതൊരു ബിബ്ലിക്കൽ സ്ഥാനപ്പേര്, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ എപ്പിസ്കോപ്പൽ സഭകളൊക്കെ വിട്ടു പോകുന്നത് കൊണ്ട് നമുക്കത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളത്. എനിവേ 46 വയസ്സ്. 46 വയസ്സെന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സഭയുടെ ലീഡർഷിപ്പിൽ ഇരിക്കാൻ പറ്റിയ പ്രായമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ വളരെ യങ്ങായിട്ടുള്ള പ്രായത്തിൽ, വളരെ ചെറുപ്പത്തിൽ സഭയുടെ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുവാൻ ലഭിക്കുന്നത് ഒരവസരം ലഭിച്ച ഒരു ഭാഗ്യമാണ്. അപ്പം അതൊരു പക്ഷേ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു നല്ല വശമായിട്ട് പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചർച്ച് ഓഫ് ഗോഡിൽ പക്ഷേ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷനായിരിക്കാൻ ഒക്കത്തില്ലെന്ന് തോന്നുന്നല്ലേ? അത് 65 വയസ്സിൽ 65-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് കോമൺ ആയിട്ട് ചർച്ച് ഓഫ് ഗോഡ് റീജിയനിൽ 70 വയസ്സ് വരെ. 70 വയസ്സ് വരെ. സത്യത്തിൽ ഈ ഓരോ റീജിയനും അല്ലെ ഓരോ സ്റ്റേറ്റിനും അവരവരുടെ തീരുമാനങ്ങൾ അങ്ങനെ എടുക്കാൻ പറ്റുമോ? തീരുമാനമുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ? അതോ ഇപ്പം നമ്മുടെ ഓവർസിയറുടെ കാലാവധി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ? അല്ല, അത് കോമൺ. അതെല്ലായിടത്തും ഭരണ സംവിധാനം. ഇത് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു ഹൈറാർക്കി സിസ്റ്റം, മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ആ സംവിധാനം. അപ്പോൾ അതിൻ്റെ അകത്ത് അതിനൊരു പീരീഡ് ഉണ്ട്. ഓവർസിയർക്ക് ഇത്ര വർഷം, അതിനുശേഷം അടുത്ത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിന് മറ്റ് ചില ക്രൈറ്റീരിയ ഉണ്ട്. പ്രിഫറൻസ് ബാലറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള ബാലറ്റ്, അങ്ങനെയൊക്കെ. അത് ഓരോ ടേമിലും ഇത്ര ചർച്ച് ഓഫ് ഗോഡിന്റെ കേരള സ്റ്റേറ്റിന്റെ ഇലക്ഷനിലെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ സിസ്റ്റം അറിയാം. എനിവേ, അത് പിന്നെ പ്രത്യേകതയുള്ള ഒരു സിസ്റ്റമാണ്. ഈ ഓരോ സഭയ്ക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ IPCയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ജനാധിപത്യപരമായിട്ടുള്ളൊരു രീതിയാണ്. അതേസമയം ചർച്ച് ബോർഡിലെ പാസ്റ്റേഴ്സിന് മാത്രമേ വോട്ടവകാശമുള്ളൂ. ബിലീവേഴ്സിനില്ല. അസംബ്ലീസ് ഓഫ് ഗോഡിലും പാസ്റ്റേഴ്സിന് മാത്രമേ വോട്ടവകാശമുള്ളൂ. അപ്പം ഇങ്ങനെ വരുമ്പം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്ന പൗരോഹിത്യം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ശുശ്രൂഷന്മാർക്ക് മാത്രമുള്ള ഒരവകാശമായിട്ട് അത് വരികയാണ്. ഓക്കെ, അതൊന്നും അല്ല നമ്മുടെ ചർച്ചാ വിഷയമെങ്കിലും സന്ദർഭവശാൽ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പാസ്റ്ററെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാൽ എങ്ങനെ പറയാൻ പറ്റും? എൻ്റെ പേര് ജോമോൻ ജോസഫ്. എൻ്റെ ഭാര്യയുടെ പേര് ജൂലി ജോമോൻ. 2 മക്കളുണ്ട്. മൂത്തയാൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇങ്ങനെയാണ് എൻ്റെ ഫാമിലി ആയിട്ടുള്ള കാര്യം. പിതാവുണ്ട്, മാതാവുണ്ട്, എനിക്ക് സഹോദരിമാരുണ്ട്. അങ്ങനെ ഞങ്ങൾ അവരെല്ലാം വിവാഹിതരാണ്. സുവിശേഷ വേലയോടൊക്കെ ബന്ധപ്പെട്ട് പല നിലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ ജനിച്ചത് കട്ടപ്പനയ്ക്കടുത്ത് സ്വരാജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അവിടെയാണ് ജനിച്ചതും വളർന്നതും. സ്കൂൾ വിദ്യാഭ്യാസം അവിടെയായിരുന്നു. പിന്നീട് കോളേജ് വിദ്യാഭ്യാസം റാന്നിയിലും കോട്ടയത്തുമായിട്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ചെറിയ ചരിത്രം. ഓക്കെ, ബൈബിൾ കോളേജിൽ പഠിച്ചത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ചു. അതിനു മുമ്പ് GFAയുടെ സെമിനാരി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഫിലിപ്പൈൻസിൽ പഠിച്ചു അല്ലേ? ചർച്ച് ഓഫ് ഗോഡിന്റെ ഫിലിപ്പൈൻസിലെ പഠിച്ചുള്ളൂ. കേരളത്തിലെ ചർച്ച് ഓഫ് ഗോഡ് ബൈബിൾ കോളേജിലൊന്നും പഠിച്ചില്ല. നേരിട്ട് ഫിലിപ്പൈൻസിൽ 3 വർഷത്തെ പഠനം. ഓക്കെ, അത് കഴിഞ്ഞ് സഭാ ശുശ്രൂഷയിലേക്ക് വരികയായിരുന്നു. ചർച്ച് മിനിസ്ട്രി. ഈ സത്യത്തിൽ ഈ ഫിലിപ്പൈൻസിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോകാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ, വഴികളൊക്കെ തുറന്നു കിടക്കല്ലേ? പിന്നെന്തിനാ തിരിച്ച് കേരളത്തിൽ? അങ്ങനെ വന്നായിരുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2-3 ഓപ്പർച്യൂണിറ്റീസ് വന്നിരുന്നു. ഞാനത് സ്നേഹപൂർവ്വം അതങ്ങ് ഉപേക്ഷിച്ചിട്ട് നാട്ടിലോട്ട് വന്നു. കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു താല്പര്യത്തോടെ. അവിടെ ചർച്ച് മിനിസ്ട്രിയും അതല്ലാതെ മറ്റ് ചില മിനിസ്ട്രികളൊക്കെ ചെയ്യാനും ഒക്കെയുള്ള
സാധ്യതകളുണ്ടായിരുന്നു. ചൈനയിലും പോയി പ്രവർത്തിക്കാനുള്ള അവിടെ മിഷണറി അതിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, എന്ത് ശുശ്രൂഷയാണ് പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്നതായിട്ട് ഉറപ്പുള്ള ശുശ്രൂഷ? അത് ടീച്ചിങ്ങും പ്രീച്ചിങ്ങും ആണ്. ടീച്ചിങ്ങും പ്രീച്ചിങ്ങും. ഓക്കെ. അങ്ങനെയുള്ളൊരു കൺഫർമേഷനാണ് എനിക്ക് ഇതുവരെ ബോധ്യമായിട്ടുള്ളത്. ഈ പ്രസംഗം എന്ന് പറയുമ്പം ഏത് പ്രായത്തിലാണ് പ്രസംഗിക്കാൻ തുടങ്ങി? സത്യത്തിൽ ഒരു പാസ്റ്റർ മോനല്ലേ? അതെ. അപ്പൊ തീരെ ചെറുപ്പം മുതലേ ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെ വളർന്ന ഒരാളായതുകൊണ്ട് തീരെ ചെറുപ്പം മുതൽ പ്രസംഗിക്കാൻ തുടങ്ങി കാണും അല്ലേ? ചെറുപ്പം മുതൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ പ്രസംഗിക്കുന്നത് ഭയങ്കര ഭയമായിരുന്നു. കാരണം ഞങ്ങൾക്ക് YPE എന്ന് പറയുന്ന പ്രോഗ്രാം, അപ്പൊ അന്നൊക്കെ നിർബന്ധിച്ച് ചർച്ചിലെ പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കാനൊക്കെ അവസരം തരും. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ നിന്നൊക്കെ ഒളിച്ചോടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഗ്രാജുവലി ഇതാണ് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, സുവിശേഷ വേലയാണ് എന്നുള്ള ഒരു സത്യത്തിൽ ഒരു മോന് 4 സഹോദരിമാർക്ക് ഒരു മോൻ അല്ലേ? സാധാരണ ഈ കട്ടപ്പന പോലുള്ളൊരു സ്ഥലത്തെ ഒരു സാധാരണ പാസ്റ്റർ മോൻ എന്ന് പറയുമ്പോഴേ ഈ 4 സഹോദരിമാരുണ്ട്. അപ്പം വീടിൻ്റെ സാഹചര്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് ജോലി അങ്ങനെയുള്ള ചിന്തയൊന്നും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ജോലി ചെയ്യുക, സുവിശേഷകരെ സഹായിക്കുക. സ്വാഭാവികമായിട്ട് എല്ലാ പാസ്റ്റർമാരും, ഞാനൊരു പാസ്റ്റർമാരാണ്. അപ്പം എല്ലാ പാസ്റ്റർമാരുടെ മക്കളും ഈ സഭാ ശുശ്രൂഷയിലെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന പാസ്റ്റർമാരുടെ മക്കളെല്ലാം എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം, എന്നിട്ട് ഫാദറിനെ സഹായിക്കണം, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് പൊതുവിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിച്ചത്. കാരണം ഹൈറേഞ്ചിലാണ് എൻ്റെ പിതാവ് കൂടുതലും വർഷങ്ങൾ PJ ജോസഫ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഉണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ബോർഡിൻ്റെ ഓവർസറായിട്ടും ഇരുന്നിട്ടുണ്ട്. ചർച്ച ബോർഡിൻ്റെ ഓവർസിയർ ആയിരുന്നു നേരത്തെ. വർഷങ്ങൾക്ക് മുമ്പ്. അതായത് 6 വർഷം. 6 വർഷം ഓവർസിയർ ആണ്. അത് പിന്നെ പ്രായമായി റിട്ടയർമെന്റ്. ഇപ്പൊ സഭ ശുശ്രൂഷയില്ല. പ്രായമായി. അങ്ങനെ രണ്ടുപേരും സന്തോഷമായിട്ട്. അപ്പോൾ ആ ഒരു ബാല്യകാല ജീവിതത്തിൽ ഈ ഒരു പാസ്റ്റർ മകൻ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെ അനുഭവിച്ച അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ? കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. അത് ഒരിക്കലും ഞാൻ മറച്ചു വെക്കുന്നില്ല. പട്ടിണി കിടന്നിട്ടുണ്ടോ? പട്ടിണി ഉണ്ടായിട്ടുണ്ട്. വസ്ത്രത്തിനുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹൈറേഞ്ചിലെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു 30, 35, 40 വർഷത്തിന് മുമ്പുള്ള ശുശ്രൂഷകൾ, അല്ലെങ്കിൽ എൻ്റെ പിതാവ് ശുശ്രൂഷിക്കുന്ന ആ സമയം വളരെ കാലാവസ്ഥയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മഴക്കാലം, കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റ് വന്ന് പലരുടെയും വീടുകൾ പോവുക. അപ്പം ആ സമയത്തൊക്കെ വിശ്വാസികളൊക്കെ ഏതെങ്കിലുമൊക്കെ ഗവൺമെൻറ് ഒരുക്കുന്ന അഭയ കേന്ദ്രങ്ങളിലൊക്കെ. പിന്നെ ഇന്നത്തെ പോലുള്ള വഴി സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രാത്രിയിലെ യോഗം കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ഒക്കെ കാനന പാതകളിലൂടെ നടന്നു വേണം നമ്മുടെ വീട്ടിൽ വരാൻ, രാത്രിയിലെ യോഗം കഴിഞ്ഞിട്ട്. അപ്പം അതൊക്കെ വളരെ ദുഷ്കരമായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞപ്പോഴാണ് സുവിശേഷ വേലയിൽ ഒരാളെ സഹായിക്കുക, അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതാണ്. ജോലിയോടുകൂടി സുവിശേഷ വേല ചെയ്യുക എന്നുള്ളതല്ല, ജോലി ചെയ്യുക, ഒരു സുവിശേഷകനെ സഹായിക്കുക, ആ ഒരു ചിന്ത. നമ്മൾ പോയി ചെയ്യുന്നതിന് പകരം വേറൊരാളെ സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുക എന്നുള്ളൊരു ചിന്തയായിരുന്നു. എപ്പോഴാണ് ഇങ്ങനെ ഒരു കൺഫർമേഷൻ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ് എന്നൊരു കൺഫർമേഷൻ എപ്പോഴാണ്? അത് 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ഒരു മെസ്സേജ് പറഞ്ഞു. കൊച്ചറ ഏലപ്പാറയിൽ ഒരു കൺവെൻഷൻ, ഐക്യ കൺവെൻഷൻ വന്ന് മെസ്സേജ് പറഞ്ഞ് സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ളവരെന്ന് പറഞ്ഞു. അപ്പം അറിയാതെ ഞാനങ്ങ് എഴുന്നേറ്റ് പോയി, എന്നെ സമർപ്പിച്ചു. രണ്ടാമത് ഈ യുവജന സംഗമം എന്ന് പറയുന്ന ഒരു കാര്യം ആത്മീയാത്ര നടത്തുമായിരുന്നു. അതിനുശേഷം ഇതിന് ശേഷം ഞാൻ അങ്ങനെ പോകണമെന്നുള്ള താല്പര്യം അന്നേരം ഞാൻ അങ്ങനെ തീരുമാനിച്ചു. പിന്നീട് ഞാൻ വേണ്ട എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷമാണ് കട്ടപ്പനയെ വെച്ച് KP യോഹനാൻ, ഡോക്ടർ KP യോഹനാൻ, അന്ന് അദ്ദേഹം ആത്മീയാത്രയിലെ പ്രഭാഷകനാണ്. അദ്ദേഹം യൂത്ത് ചലഞ്ചിന് കട്ടപ്പനയിൽ വന്നു, മെസ്സേജ് പറഞ്ഞു. ആ സമയത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇനി പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. ഡോക്ടർ KP യോഹന്നാന്റെ ഒരു മിഷൻ ചലഞ്ചാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള. അത് വളരെ പാസ്റ്റർ VA തമ്പിയുടെ മകൻ എന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തെ ചലഞ്ച് ചെയ്ത ഒരാൾ ഡോക്ടർ KP യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണമാണ്
ചാരിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു പ്രചോദനമായി മാറിയെന്ന് പറഞ്ഞത്. സത്യത്തിൽ KP യോഹന്നാൻ ഒത്തിരി അധികം വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ സുവിശേഷ വേലയിലേക്ക് വലിച്ചിറക്കി അതിനെ പ്രേരിപ്പിച്ച അതിനെ പ്രചോദിപ്പിച്ച ഒരു മഹാനായ മനുഷ്യനായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പലരുടെ അനുഭവം കേൾക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ വ്യക്തമാകും. ഓക്കെ, എല്ലാ സൈഡുകളും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ആ നിലയിൽ ഓക്കെ. എനിവേ, അങ്ങനെ പാസ്റ്റർ തീരുമാനിച്ചാണ് GFAയിൽ പഠിക്കാൻ വരുന്നത്. അന്നേരം GFA പഠിക്കണമെന്നില്ല, ഇല്ല, അങ്ങനെ എനിക്കൊരു ചിന്തയും ഇല്ല. അന്നേരം ഞാനൊരു തീരുമാനം എടുത്തു, ഇനി സുവിശേഷ വേല ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ആദ്യം ഏലപ്പാറ വെച്ച് അതിനൊരു പ്രചോദനം എനിക്കുണ്ടായി, ഞാൻ പോയി സമർപ്പിച്ചതൊക്കെയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ തീരുമാനത്തിലോട്ട് മടങ്ങി വന്നല്ല, മറ്റൊരാളെ സഹായിക്കാം. ഇതിന് ശേഷം പിന്നീട് പോകാനുള്ള ഒരു തീരുമാനം എടുത്തു. ഒരിക്കലും ഇവിടെ പഠിക്കണം എന്നുള്ളൊരു തീരുമാനമല്ല GFAയിൽ, പക്ഷേ അങ്ങനെ അങ്ങ് വന്നു ഗ്രാജുവേഷൻ. അങ്ങനെ അവിടുന്ന് അവിടെ BTH അതോ അവിടെ BTH 4 വർഷം വിധിച്ച. ഓക്കെ, അതിനുശേഷമാണ് ഫിലിപ്പൈൻസിലേക്ക്. അതിനുശേഷം അത് ശരിക്കും ഫിലിപ്പൈൻസിൽ പോകുക എന്ന് പറയുന്നത് ചർച്ച കോഡിലെ എല്ലാ പഠിക്കുന്നവർക്കും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് ഫാദർ ഓവർസിയർ ഒക്കെ ആയിരുന്നുകൊണ്ടാണോ അത് അങ്ങനെ അവസരം? അങ്ങനെയല്ല, പഠിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. വെളിയിൽ പോയി പഠിക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ആഗ്രഹത്തിൽ ഞാൻ പോയതാണ്. എത്ര പിന്നെ ജോമൻ പാസ്റ്റർക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഫാദർ ഓവർസിയർ ആയിരുന്നത്? ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയം, അത് കഴിഞ്ഞിട്ടാണ്. കോളേജൊക്കെ ഞാൻ BAക്ക് പഠിക്കുന്ന സമയം, ആ സമയത്ത്. അപ്പോഴേക്ക് പിന്നെ ഫാദർ ഓവർസിയർ ഒക്കെ ആയപ്പോഴത്തേനും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിയില്ലേ? നല്ല ശമ്പളമൊക്കെ, അതായത് ചർച്ച കോഡിലെ ഒരു ഓവർസിയറുടെ ശമ്പളം എന്നൊക്കെ പറഞ്ഞ വലിയ ശമ്പളമല്ലേ? അപ്പൊ $1 ശമ്പളം കിട്ടുന്ന ആയിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറിയില്ലേ അന്നേരത്തിന്? അതിനുശേഷം ഹൈറേഞ്ചിൽ നിന്നൊക്കെ പോന്നു, നാട്ടിൻപുറത്തൊക്കെ വന്നപ്പം അതിനൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശുശ്രൂഷയിലായതിനു ശേഷം എൻ്റെ പിതാവിൻ്റെ ഒരു രീതി അനുസരിച്ച് അതൊക്കെ സഭകൾക്ക് മുടക്കുന്ന ഒരു രീതിയായിരുന്നു. എല്ലാമല്ല, എന്നാലും മനസ്സിലായി. അങ്ങനെയുള്ള ഒരു ഞാനും ശമ്പളം പറ്റിക്കൊണ്ടല്ല ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പം ശമ്പളം വാങ്ങുന്നില്ല, എടുക്കുന്നില്ല. അത് ചർച്ചിന് വിട്ടുകൊടുക്കുക, ചർച്ചിൻ്റെ പണികൾക്ക്. അതുപോലെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഇപ്പം ചർച്ച കോഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻ്റർനാഷണൽ ചർച്ച ആയതുകൊണ്ടും അതിൻ്റെ സംവിധാനം അങ്ങനെ ആയതുകൊണ്ടും ചർച്ച കോഡിൻ്റെ ചില പോസ്റ്റുകൾ, പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളിലിരിക്കുന്നവർക്ക് സഭ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ചർച്ച് അതിൻ്റെ സാലറി കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ ലഭിക്കുന്ന പണം വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് അത് ഒത്തിരി സഭകളെ സഹായിക്കാമല്ലോ നമുക്ക്, ആ ഒരു താല്പര്യമാണ്. അപ്പോൾ പാസ്റ്റർ കാര്യങ്ങളൊക്കെ നടക്കുന്ന എനിക്കൊരു സഭയുണ്ട്, എവിടെയാണ്? അത് വാഴൂർ 14 മൈൽ കാപ്പുകാട് എന്ന് പറയുന്നത്. അത് നേരത്തെ മുതലുള്ള സഭയാണോ അതോ ഇപ്പോൾ പുതുതായിട്ട്? ഞാൻ ഈ ചാർജിൽ വന്നതിന് ശേഷം ഇതിനു മുമ്പ് ഞാൻ കട്ടപ്പനയിലായിരുന്നു ചർച്ച് മിനിസ്ട്രി. 4.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര വർഷമായി ചർച്ച കോഡിലെ പാസ്റ്ററായിട്ട് സഭാ ശുശ്രൂഷ ചെയ്യുന്നു? സഭാ ശുശ്രൂഷയിലായിട്ട് 25-ൽ പരം വർഷമായി. ഇപ്പോൾ ഈ ഓവർസിയർ ആയി കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ തിരക്കുകളും കാര്യങ്ങളും അതിനിടയ്ക്ക് സഭ ലോക്കൽ സഭയെ പരിപാലിക്കും. തീർച്ചയായിട്ടും സൺഡേയിൽ ഞാൻ മറ്റൊരിടത്തും പോകാറില്ല, ചർച്ചിൽ പോകും. ആ രീതിയിലാണ് ക്രമീകരിക്കുന്നത്. അങ്ങനെ സഭാ ശുശ്രൂഷയിൽ തുടർന്നുകൊണ്ടാണ്. 2 കാര്യമാണ്. ഒരു ചർച്ച ഉള്ളത് കൊണ്ട് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആളുണ്ട്. സഭയിലെ ശുശ്രൂഷ എന്ന നിലയിൽ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ലോക്കൽ സഭ എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു കൈത്താങ്ങൽ എപ്പോഴും നൽകുന്ന ഒരു ആളുകളാണ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുണ്ട്, കോമൺ ആയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാലും ഒരു സഭ കുടുംബാംഗത്തെ പോലെ പാസ്റ്ററുടെ ഒരു ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആ സഭയിലെ എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും ആ പാസ്റ്റർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു കുടുംബാംഗത്തെ പോലെ പ്രാർത്ഥിക്കുന്നു എന്നെനിക്ക് വലിയൊരു കാര്യമാണ്. ഈ പാസ്റ്റർമാരുടെ മക്കളായിട്ടൊക്കെ വളർന്ന ആളുകൾക്ക് അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. കാരണം ലോക്കൽ സഭയിലെ ഓരോ കുടുംബത്തിനും ആ ഇവിടുത്തെ പാസ്റ്റർ മക്കളൊക്കെ അവരുടെ കുടുംബാംഗങ്ങളെ പോലെയാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വളർച്ച അതിലെല്ലാം അവരുടെ ഒരു പ്രാർത്ഥന, സഭാംഗങ്ങളുടെ ഒരു പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും. ഓക്കെ, എനിവേ അങ്ങനെ പിന്നെ ലോക്കൽ സഭയുടെ ശുശ്രൂഷയോടുകൂടെ ഓവർസിയർ ആയിട്ടിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം കേരളത്തിലെ മറ്റ് പല പ്രസ്ഥാനങ്ങളിലെയും ലീഡർഷിപ്പിലേക്ക് വരുന്ന ആളുകൾ
പലപ്പോഴും അവരുടെ ലോക്കൽ സഭ ശുശ്രൂഷ പിന്നീട് തുടരാറില്ല. ചർച്ച ബോർഡിന്റെ രീതി അനുസരിച്ച് ഓവർസിയർ സഭ എടുക്കാൻ പാടില്ല. അത് മിനിസ്ട്രിക്ക് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് അങ്ങനൊരു ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. കാരണം അവർക്കറിയാം ഞാൻ സാലറി എടുക്കുന്നില്ല എന്നറിയാം. അപ്പം അതുകൊണ്ട് ഒരു കൺസിഡറേഷൻ കാണിക്കുന്നു. മനസ്സിലായി. ഓക്കെ, ഈ ചർച്ച് ബോർഡിൻ്റെ ഓവർസിയർ ആകുക എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട പദവിയാണ്. ഈ ചർച്ച് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം 2 സഭകൾ കേരളത്തിൽ, സ്റ്റേറ്റും റീജിയനും ഉണ്ട്. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പം പിന്നെ ഈ സഭയുടെ ലീഡർഷിപ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത് ശരിക്കും ഒരു എലക്ഷനുണ്ട്, അതിനുവേണ്ടിയുള്ള പ്രചരണമുണ്ട്, അതിനുള്ള മത്സരമുണ്ട്. ഇതെല്ലാം ഈ സ്റ്റെപ്പുകളെല്ലാം കടന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ, അതിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് വരാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ ലീഡർഷിപ്പിലേക്ക് വരാനായിട്ട് എന്തൊക്കെ ചെയ്തു? പ്രത്യേകിച്ചൊന്നും അതിന് ചെയ്തിട്ടില്ല. അല്ലെ, പല ദൈവദാസന്മാരെയൊക്കെ ഞാൻ മത്സരിക്കുന്ന സമയത്ത് അവരെ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അത് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കടുത്ത എതിർപ്പുണ്ടായിരുന്നോ അതോ? അങ്ങനെ ചർച്ച് ബോർഡ് റീജിയൻ്റെ അകത്ത് അങ്ങനെ ഒരു കാലത്തും ഇല്ല. അങ്ങനെ ഒരു സംഘടിതമായ ആക്രമണമോ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ഒരു മത്സരം വരുന്നു, അത് താല്പര്യമുള്ളവർ നിൽക്കുന്നു, ചിലർ തോക്കാൻ തന്നെ നിൽക്കുന്നവരും കാണും, ചുമ്മാ ഒരു രസത്തിൽ നിൽക്കുന്നവരും കാണും. പ്രത്യേകിച്ച് ഈ പല സ്റ്റെപ്പിലുള്ള ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ആർക്ക് വേണേലും നിൽക്കാം. അങ്ങനെ നിൽക്കുന്നു. ക്രെഡൻഷ്യൽ ഉള്ള എല്ലാവർക്കും നിൽക്കാം അല്ലേ? ഓർഡിനേഷനുള്ള ചർച്ച ബോർഡിന്റെ രീതി അനുസരിച്ച് സർട്ടിഫിക്കറ്റ് 3 ലെവലാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടിയ സർട്ടിഫിക്കറ്റ് ഓർഡിനേഷൻ. അതിപ്പോൾ ഓർഡിനേറ്റ് ബിഷപ്പ് എന്ന് പറഞ്ഞാണ് അവർ. അത് ഇവിടുത്തെ ഇന്ത്യയിലെ ഭരണ സംവിധാനമായിട്ടുള്ള ഒരു പദവും മാത്രമേ ഉള്ളൂ. അത് മറ്റ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് മാത്രമേ. എന്നാലും ഞങ്ങൾ പറയുമ്പോൾ ഓവർസിയർ എന്നാണ് പറയുന്നത്. ആ ഓവർസിയർ എന്നുള്ള പദം തന്നെയാണ് നിങ്ങൾ ഈ ലെറ്ററേഡിലൊക്കെ അതാണോ ഉപയോഗിക്കുന്നതോ? അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് എന്ന് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ. അതേസമയം നമ്മൾ ശുശ്രൂഷ രംഗത്ത് വരുമ്പോൾ നിങ്ങൾ ഓവർസിയർ എന്നാണ് പറയാറുള്ളത്. ഓവർസിയർ എന്ന് പറയുന്നു, പാസ്റ്റർ എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ഒരു രീതി മാത്രമേ ഉള്ളൂ. അത് ഇവിടുത്തെ ഈ ഭരണ സംവിധാനവുമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. ഓക്കെ. പാസ്റ്റർ ഒരു പ്രസംഗകൻ കൂടെയാണെന്ന് പറഞ്ഞു. വലിയ പ്രഭാഷകനൊന്നും അല്ല. പിന്നെ ഈ സഭയുള്ളത് കൊണ്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, നമുക്ക് അപ്ഡേറ്റ് ആയിട്ടിരിക്കാം. എപ്പോഴും പ്രസംഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ആയിട്ടിരിക്കാം. അല്ലെങ്കിൽ ഒരു വർഷം 2-3 മെസ്സേജൊക്കെ ഉണ്ടെങ്കിൽ കറങ്ങി കാര്യങ്ങളൊക്കെ നടക്കും. ഇത് ചർച്ച ഉള്ളത് കൊണ്ട്. ഓക്കെ. ഇപ്പം സഭ അല്ല ഈ പിന്നെ ഈ ബിഷപ്പ് പദവിയിലേക്ക് അല്ലെങ്കിൽ ഈ സഭയുടെ ലീഡർഷിപ്പിലേക്ക് വന്നിട്ട് ഇപ്പം എത്ര വർഷമായി? 3 വർഷം? ഇല്ല, ഇതിപ്പം 2ാം വർഷം. 2ാം വർഷത്തോട്ട് പ്രവേശിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ലീഡർ എന്നുള്ള നിലയിൽ ഉള്ള പ്രവർത്തന കാലഘട്ടത്തിലെ അനുഭവങ്ങൾ വെച്ച് ഒന്ന് വിലയിരുത്തിയാൽ എങ്ങനെയുണ്ട്? ഈ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്കറിയാം ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നറിയാം. കാരണം എനിക്ക് അന്നേരം 45 വയസ്സ്. അന്നേരം ഈ പ്രസ്ഥാനത്തിന് 50-ൽ പരം വർഷം പാരമ്പര്യമുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വലിയ ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് തഴക്കവും പഴക്കവും ഉള്ള ഒരു ആത്മീയ പ്രസ്ഥാനമാണ്. എന്നെക്കാൾ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയും അനുഭവ സമ്പത്തുള്ള ദൈവദാസന്മാരുണ്ട്, ധാരാളം പേരുണ്ട്. അപ്പോൾ അവരെല്ലാം ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ദൈവകൃപയാൽ വളരെ ശാന്തമായിട്ട് പോകുന്നു. 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഒന്ന്, നിർധരായിട്ടുള്ള വിശ്വാസ കുടുംബങ്ങൾ ഒത്തിരി ഉണ്ട്. പറ്റുന്നത് പോലെ ഒരു അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് വിവാഹം അങ്ങനെയൊക്കെയുള്ള സമയത്താണ് അവരുടെ ആവശ്യം. വിദ്യാഭ്യാസമുള്ള സമയത്താണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ക്രമീകരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ധാരാളം കുടുംബങ്ങളുണ്ടല്ലോ. എന്നാൽ ഒരു പരിധി വരെ നമുക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം റീജിയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ തുറന്നു പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ അംഗങ്ങളാണ് റീജിയൻ്റെ ആളുകൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ള ഗവൺമെൻറ് തലത്തിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ സംവരണം അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഒത്തിരി ഇല്ലേ? അങ്ങനെ ഇല്ല സാറേ. പിന്നെ അങ്ങനെ ഒരിക്കലും ഇല്ല.
ഇല്ല, അങ്ങനെയില്ല. കാരണം ക്രിസ്ത്യാനിയായി എന്നുള്ളതിൻ്റെ പേരിൽ ആ ആനുകൂല്യങ്ങളൊന്നുമില്ല. ഇല്ല, കിട്ടുന്നില്ല. OEC എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. അത്രേ ഉള്ളൂ. അത് കാര്യമായ പ്രയോജനമൊന്നുമില്ല. ഒന്നുമില്ല. സത്യത്തിൽ അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ഒരു നീക്കം, അതിൻ്റെ നീക്കം സംഘടനാപരമായി ഒക്കെ പ്രവർത്തിക്കുന്ന സംഘടനകൾ ചെയ്യുന്നുണ്ട്. നമ്മളോട് അവർ സപ്പോർട്ട് തേടാറുണ്ട്. ഞങ്ങളെ ഒന്ന് ബാക്കപ്പ് ചെയ്യണമെന്ന് പറയാറുണ്ട്. ആ നിലയിലൊക്കെയുള്ള ബാക്കപ്പ് കൊടുക്കാറുമുണ്ട്. എന്നാലും വർഷങ്ങളായി ഈ ആവശ്യങ്ങളൊക്കെ ഗവൺമെൻറ്റിനോട് പല ആവർത്തി പല രീതിയിൽ ഈ നേതാക്കന്മാരൊക്കെ നമ്മുടെ കൺവെൻഷനൊക്കെ വരുമല്ലോ. അങ്ങനെ ഈ പ്രാവശ്യമൊക്കെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യവും വളരെ കുറവാണ്. നമ്മൾ അങ്ങനെ അധികം എൻ്റർടൈൻ ചെയ്യിക്കാറില്ല. ഇല്ല. പ്രത്യേകിച്ച് അവരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു ആ നിലയിലുള്ള സപ്പോർട്ടൊന്നും കിട്ടുന്നുമില്ല. രണ്ടാമത് ഈ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ കേരള റീജിയൻ എത്ര സഭയുണ്ട്? കേരള റീജിയൻ മുഴുവനും നമ്മൾ പറയുകയാണെങ്കിൽ സാറേ ഒരു 300 സഭകളായിട്ടുള്ള, പിന്നെ മിഷൻ സ്റ്റേഷനും അങ്ങനെയുള്ളതെല്ലാം. ഈ 300 സഭകളും മിഷൻ സ്റ്റേഷൻസും എല്ലാം കൂടെ ഒരു 400-500 സഭകൾ കാണുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഇവിടെ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിസമ്പന്നമായ ഒരു സഭയാണ്. തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ഏറ്റവും. അതേസമയം റീജിയന് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സഭയാണ്. ഈ സ്റ്റേറ്റ് നിങ്ങളെ സഹായിക്കാറുണ്ട്? ചർച്ചക്കോട് സ്റ്റേറ്റിൻ്റെ ഓഫീസ് നമ്മളെ സഹായിക്കാറില്ലെങ്കിലും വിദേശത്തുള്ള സ്റ്റേറ്റിലെ അംഗങ്ങൾ, സഭകൾ അവരൊക്കെ നല്ലപോലെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇപ്പം ചർച്ചക്കോടിൻ്റെ സൗത്ത് ഏഷ്യൻ സൂപ്പറുണ്ട് CC തോമസ് സാറ് നല്ല നിലയിൽ പ്രസ്ഥാനത്തെ സഹായിക്കുന്ന. സത്യത്തിൽ കേരള സ്റ്റേറ്റ് നിങ്ങളെ സഹായിക്കേണ്ടതല്ലേ? 2 അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അതെ. എന്നാലും ഒരേ സഭ, ഒരേ പ്രസ്ഥാനത്തിൻ്റെ 2 റീജിയനുകൾ, ഒന്ന് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സ്റ്റേറ്റ് വളരെ സമ്പന്നമായി നിൽക്കുമ്പം അവർ സഹായിക്കേണ്ടതാ ശരിക്കും സാറേ. ന്യായമായും വെളിയിലുള്ള ചർച്ചക്കോട് സ്റ്റേറ്റിലുള്ള നല്ല മനസ്സുള്ള ധാരാളം വിശ്വാസികളും സഭകളും പാസ്റ്റർമാരും ഉണ്ട്. അവർ സഹായിക്കുന്നുണ്ട്. നല്ല നിലയിൽ സഹായിക്കുന്നുണ്ട്. അവർക്ക് സ്റ്റേറ്റ് എന്നില്ല, റീജിയൻ എന്നില്ല, എല്ലാം ദൈവമക്കൾ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ. എങ്കിലും എൻ്റെ ഒരു നിർദ്ദേശം, കേരള സ്റ്റേറ്റിനൊരു റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഞങ്ങളെ കൂടെ സഹായിക്കണം. അതിനെന്നെ തെറ്റുന്നു. അങ്ങനെ അടുത്ത പ്രാവശ്യം, ഈ പ്രാവശ്യം CC തോമസ് സാർ വരുമ്പോൾ സാറിനോട് തന്നെ പറഞ്ഞ് സാറിനെ കൊണ്ട് തന്നെ കേരള സ്റ്റേറ്റിനൊരു റിക്വസ്റ്റ് കൊടുപ്പിക്കണം. കാരണം കേരള സ്റ്റേറ്റ് വിചാരിച്ച നിമിഷം നേരം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ സാമ്പത്തികം ഉള്ള സഭകളാണ്, എണ്ണത്തിൽ കൂടുതൽ സഭകളുണ്ട്. എനിവേ, ലീഡർഷിപ്പിൽ ചെറിയ പ്രായത്തിൽ തന്നെ വന്നു പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കർത്താവ് കൃപ തന്നിരിക്കുന്നു, സഹായിച്ചിരിക്കുന്നു. ഇപ്പം നിങ്ങളുടെ 103ാമത്തെ കൺവെൻഷൻ നടക്കാൻ പോകുന്നു. 103ാമത്തെ കൺവെൻഷൻ. 103 എന്ന് പറയുമ്പോൾ കുക്ക് സാഹിബ് ആരംഭിച്ച കൺവെൻഷന്റെ 103ാമത്തെ കൺവെൻഷൻ അല്ലേ? 1923 കുക്ക് സാഹിബ് ആരംഭിച്ച കൺവെൻഷന്റെ ആറന്മുള കൺവെൻഷന്റെ പിന്തുടർച്ചയായിട്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി തർക്കങ്ങളുണ്ട്. പിന്നെ അതൊന്നും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അതിലേക്ക് കമന്റ് ആയിട്ട് വരുമായിരിക്കും. അല്ല, അത് ആളുകൾ കമന്റ് ചെയ്യാം, അത് സ്വാഭാവികമായിട്ട് വരാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ കണക്കുകളിൽ നമുക്കിപ്പം കുക്ക് സാഹിബ് അന്ന് ചർച്ചകോടിൻ്റെ ഭാഗമല്ല. ആ കൺവെൻഷൻ നടക്കുമ്പോൾ കുക്ക് സാഹിബ് അസംബ്ലീസ് ഓഫ് കോഡിൻ്റെ ഭാഗമാണ്. ചരിത്രം അങ്ങനെ പറയുന്നത് 1930 ഈ സാർ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നത് തന്നെ. പിന്നീട് 35 സാർ ചർച്ച ബോർഡിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ സത്യത്തിൽ അവിടെ തൊട്ടാണ് കുക്ക് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ച ബോർഡെന്ന് പറയുന്നത്. എങ്കിൽ പോലും നിങ്ങൾ അവകാശപ്പെടുകയാണ് കുക്ക് സാഹിബ് തുടങ്ങിയത് 23 ആറന്മുളയിൽ നടത്തിയ കൺവെൻഷൻ കുക്ക് സാഹിബ് ഞങ്ങളുടെ ലീഡറായി പിന്നീട് വന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സഭ നടന്നുകൊണ്ടും ആ കൺവെൻഷനെ പിന്തുടർച്ചയാണ് ഞങ്ങളുടെ എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നും പറയാനില്ല. അതുതന്നെ IPC-കാരും പറയുന്നത്. ഇപ്പം IPC-കാർ പറയുന്നത് 1924 നടന്ന കൺവെൻഷൻ, റാന്നിയിൽ നടന്ന കൺവെൻഷൻ ആണ് ഞങ്ങളുടെ ആദ്യത്തെ കൺവെൻഷൻ എന്ന് പറഞ്ഞത്. അന്ന് IPC ഇല്ല.
അന്ന് IPC ഇല്ലെന്ന് മാത്രമല്ല, അന്ന് ഈ പിന്നെ കെ എബ്രഹാം ഇതെല്ലാം ചെറിയ ചെറിയ കൂട്ടായ്മകളൊക്കെ ആയിട്ട് നിൽക്കുന്ന കാലത്ത് ഇവരവിടെ ഒരു കൺവെൻഷൻ നടത്തി എന്നുള്ളതേ ഉള്ളൂ. ആ കൺവെൻഷൻ പിന്നെ പിന്നീട് അതാണ് IPCയുടെ പ്രഥമ കൺവെൻഷനായിട്ട് IPC കണക്കാക്കുന്നത്. IPCയുടെ അത് വന്ന സത്യത്തിൽ 1930 അല്ല 1930 കുക്ക് സാഹിബിൻ്റെ കൂടെ നിൽക്കുന്ന കാലം വരെ അത് ഒരു അത് കഴിഞ്ഞിട്ട് 1930 കുക്ക് സാഹിബുമായിട്ടുള്ള ബന്ധപ്പെടുന്നത്. അത് കഴിഞ്ഞ് തെന്നിന്ത്യ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനം ആ കാലഘട്ടത്തിൽ 2 വർഷം TPM-ഉമായിട്ട് ചേർന്നാണ് പഴയ സിലോൺ പെന്തക്കോസ്ത്. അപ്പോൾ ആ സഭയുമായിട്ട് ചേർന്നാണ് IPC മുന്നോട്ട് പോയത്. അതിനുശേഷം 1934-35 ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, സഭ ഇങ്ങനെ ഒരു IPC എന്നുള്ള നിലയിലേക്ക് വരുന്നത്. രജിസ്ട്രേഷൻ 1936. അപ്പം സത്യത്തിൽ അവിടെ തൊട്ടാണ് കൺവെൻഷനെ കണക്ക് കൂട്ടേണ്ടത്. TG ഉമ്മൻ, സഭയുടെ പ്രസിഡന്റൊക്കെ ആയിട്ടിരുന്ന TG ഉമ്മൻ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അന്ന് തൊട്ടുള്ളത് ആ ശരിക്കും കണക്കാക്കേണ്ടത്. പിന്നെ കെ എബ്രഹാം സാർ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതങ്ങ് ഉൾക്കൊണ്ട് IPCക്കാർ ഇപ്പോൾ 102ാമത്തെ കൺവെൻഷൻ്റെ സമയമായിരിക്കുകയാണ്. ഓക്കെ, എനിവേ നമ്മളത് നമ്മുടെ ഒരു തർക്ക വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ജസ്റ്റ് പറഞ്ഞു വന്നെന്നുള്ളതേ ഉള്ളൂ. ഈ കൺവെൻഷനെ കുറിച്ചുള്ള ഒരു എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയാ? പാക്കിലാണ് കൺവെൻഷൻ നടക്കുന്നത്? പാക്കിലാണ് സഭയുടെ ആസ്ഥാനം അല്ലേ? അതെ, അവിടെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെയാണ്, ആ പ്രദേശത്താണ് കൺവെൻഷൻ നടന്നതിന് ശേഷവും ഈ നാട്ടകത്തോട്ട് മാറി ഗ്രൗണ്ടൊക്കെ ആയി. അതിന് ശേഷവും പാക്കിൽ എന്ന് പറഞ്ഞ് തന്നെയാണ്, കാരണം അങ്ങനെയാണല്ലോ വർഷങ്ങൾ തൊട്ട് അറിഞ്ഞത്. പിന്നെ ഇപ്പോൾ 2 വർഷമായുള്ളൂ നമ്മൾ അവിടുന്ന് ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റിയിട്ട്. 2 വർഷമല്ല, 1 വർഷമായുള്ളൂ. നാട്ടകത്താണ് കൺവെൻഷൻ നടക്കുന്നത്. കാരണം ഈ നാട്ടകത്തെ ഈ കൺവെൻഷൻ സ്ഥലം അത് സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ട് നമ്മുടെ ചർച്ച ബോർഡിൻ്റെ സ്വന്തമായിട്ടുള്ള ഗ്രൗണ്ടാണ്. 2 ഏക്കർ സ്ഥലം, അവിടെ കൺവെൻഷൻ നടക്കുന്ന തൊട്ടടുത്ത് തന്നെ നമ്മുടെ MC റോഡിൻ്റെ തൊട്ടടുത്ത്. എനിക്കറിയാം, അപ്പം പിന്നെ കൺവെൻഷൻ ജനുവരി മാസം 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെ കൺവെൻഷൻ നടക്കും. ഈ പ്രാവശ്യത്തെ പ്രധാന പ്രസംഗം ഈ പ്രാവശ്യം ചർച്ച ബോർഡിൻ്റെ പ്രഭാഷകരുണ്ട്. ചർച്ച ബോർഡ് വേൾഡ് മിഷനെ പ്രതികരിച്ചുകൊണ്ട് സൗത്ത് ഏഷ്യ സൂപ്രണ്ട് ബിഷപ്പ് CC തോമസ് സാറുണ്ട്. പിന്നെ മറ്റ് കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ പ്രഭാഷകരും ഉണ്ട്. IPC എന്നുള്ള പ്രഭാഷകർ, ചർച്ച ബോർഡിൽ നിന്നുള്ള പ്രഭാഷകർ, വെളിയിൽ നിന്ന് ചർച്ച ബോർഡിൻ്റെ പ്രഭാഷകർ, മറ്റ് സഭകളിലുള്ള പ്രസംഗരെ കൂടെ നിങ്ങൾ ഉൾക്കൊള്ളിച്ചോണ്ടാണ്. നമ്മുടെ ചർച്ചിലെ പ്രഭാഷകരും ഉണ്ട്. അപ്പോൾ തന്നെ വെളിയിൽ നിന്നുള്ള പ്രഭാഷകർ, IPC ന്നും ചർച്ച ബോർഡിൽ നിന്നുമാണ് കൂടുതലും പ്രഭാഷകർ. അത് നേരത്തെ പോലെ അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. ഈ പ്രാവശ്യമാണ്, കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഈ പ്രാവശ്യമാണ് IPCയിൽ നിന്നുള്ള ദേവദാസന്മാരുടെ നല്ല രീതിയിലാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും പ്രത്യേകത ഈ കൺവെൻഷൻ ഈ പ്രാവശ്യം പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്ന കാര്യം, കൺവെൻഷനോടനുബന്ധിച്ച് കൺവെൻഷൻ കഴിയുന്ന സമയത്തായിട്ട് നമ്മുടെ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങണം എന്നുള്ള ഒരു ബിൽഡിംഗ് പണിയാൻ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ചെയ്ത് അങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഈ വർഷം ടാർഗറ്റ് ചെയ്യുന്നത് കുറഞ്ഞതൊരു 100 ചർച്ച്, അതിനോടടുത്തുള്ള ഒരു ചർച്ച് പ്ലാന്റിങ് ഉണ്ടാകണം. അംഗസംഖ്യ കുറഞ്ഞ സഭകളിലുള്ള ദേവദാസന്മാർക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് അത് കൊടുത്തു തുടങ്ങി. അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ക്രമീകരണങ്ങളാണ്. ജോമൻ പാസ്റ്റർ വ്യക്തിപരമായ ലൈഫിൽ എടുത്താൽ ജോമൻ പാസ്റ്റർ ഈ വളർച്ചയിൽ ഏറ്റവും നിർണായകമായി സ്വാധീനിച്ച അല്ലെങ്കിൽ അതിനെ സഹായിച്ചത് ആരാ? എനിക്ക് മിഷൻ പ്രവർത്തനത്തിൽ എനിക്ക് ഗോസ്പൽ ഫോർ ഏഷ്യ ഒത്തിരി ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതെനിക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടുത്തെ പഠനം അതൊരു ബേസാണത്. അതെനിക്ക് മാത്രമല്ല, പലരെയും പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്, പലയിടങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അതൊരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. അതൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. പിന്നീട് പഠിച്ച സ്ഥലങ്ങളിലൊക്കെ നമുക്കതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു വന്നിട്ടുണ്ട്. 1-2 കാര്യങ്ങളുണ്ട് സാറേ, അതുകൂടെ ഒന്ന് ഞാൻ സാറോട് പറഞ്ഞോട്ടെ. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ
വളരെ ദുഃഖം തോന്നിയ കാര്യം, ദൈവദാസന്മാർ നിത്യതയിൽ വിശ്രമിക്കുന്നവരുടെ സഹധർമ്മിണിമാരുണ്ട്. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ, അപ്പോൾ അവർക്ക് നമ്മൾ മാസം പെൻഷൻ, അതുപോലെ റിട്ടയർഡ് ആയിട്ടുള്ള ദൈവദാസന്മാർക്ക് മാസം പെൻഷൻ, വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലെ വിശ്വാസികളുടെ മക്കളുടെ വിവാഹം വരുമ്പം അവർക്കുള്ള സഹായം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവം ഒരവസരം തരുന്നുണ്ട്. അതിനെ സഹായിക്കുന്ന ദൈവദാസന്മാരും സഭകളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് സ്വന്തം ശമ്പളം പോലും എടുക്കാതെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ആ നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പാസ്റ്റർ അഭിനന്ദിക്കുന്നു. കൂടുതൽ ആളുകളെ സഹായത്തിൻ്റെ കരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് നീട്ടുവാനും ഒക്കെ കർത്താവ് സഹായിക്കട്ടെ. ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി നടക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത കൺവെൻഷന് കേരളത്തിന് വെളിയിൽ നിന്ന് മറ്റു ഭാഷക്കാരുണ്ടാവും, ചർച്ചകൾ നമുക്ക് അവിടെ ഉണ്ടാവും. അതിനുള്ള ഒരു ത്രെഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യും. കേരളത്തിന് പുറത്ത് സഭകൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, എല്ലാ അഭിനന്ദനങ്ങളും, സന്തോഷം, ആശംസകളും മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും. താങ്ക് യു.